സരസ്വതി നദി തീരത്ത് സത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ശൗനകാദി മഹർഷിമാർക്ക് ഉഗ്രശ്രവസ് എന്ന സൂതൻ ഭഗവാന്റെ ലീലകളുടെ സംഗ്രഹമായിരിക്കുന്ന ഭാഗവതം എന്ന മോക്ഷശാസ്ത്രം വർണ്ണിച്ചു കൊടുത്തു. ദ്വാദശസ്കന്ധത്തിൻ്റെ 11-ാമത്തെ അധ്യായം ഉൾപ്പെടെ 333 അധ്യായങ്ങളിലായിട്ട് വിശദമായിട്ട് വർണ്ണിച്ചു കൊടുത്തത് ദ്വാദശസ്കന്ധത്തിൻ്റെ 12 അധ്യായത്തിൽ സംഗ്രഹമായിട്ട് വർണ്ണിച്ചു കൊടുക്കണു. ഭാഗവത സംഗ്രഹം. പരീക്ഷിത്ത് എന്ന രാജർഷിക്ക് ഗംഗാതീരത്ത് വെച്ച് ശ്രീശുഖബ്രഹ്മർഷി എന്ന അവധൂതൻ വർണ്ണിച്ചു കൊടുത്തത് യഥാതീതം യഥാമതി വർണ്ണിച്ചു തരാമെന്നാണ് ആദ്യം പറഞ്ഞത്. അതനുസരിച്ച് വർണ്ണിച്ചു കൊടുത്തു. പിന്നീട് അതിൻ്റെ സംഗ്രഹമായിട്ട് പറഞ്ഞു. ഇങ്ങനെ ആ ദ്വാദശസ്കന്ധത്തിൻ്റെ 12 അധ്യായത്തിൽ ഭാഗവത സംഗ്രഹമായിട്ട് ഇതേവരെ പറഞ്ഞ കഥകളുടെ ഓരോ പദങ്ങളോ വാക്യങ്ങളോ പറഞ്ഞുകൊണ്ട് ആ ഭാഗവത കഥയെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ, സജ്ജനങ്ങൾക്ക് ആ പദം ഓരോ പദം കേൾക്കുമ്പോഴും ഭഗവാന്റെ ഓരോ ലീലകൾ ഓർമ്മ വരും എന്നതുകൊണ്ട് ആ ഭാഗവതം ഒരാവൃത്തി സ്മരിച്ചതായിട്ടുള്ള ഫലം സിദ്ധിക്കും എന്ന രീതിയിൽ ആ ഭാഗവത സംഗ്രഹത്തിനെ വർണ്ണിച്ചു കൊടുക്കണു. സപ്തമസ്കന്ധത്തിൻ്റെ അവിടം വരെയാണ് കഴിഞ്ഞ പ്രകരണത്തിൽ നമ്മൾ അനുസ്മരിച്ച് നിർത്തിയത്. ഇപ്പോൾ 10 പുരാണങ്ങൾ, 10 ലക്ഷണങ്ങളോടുകൂടിയ മഹാപുരാണമാണ് ഭാഗവതം എന്ന് പറഞ്ഞു. അതിൽ തൃതീയസ്കന്ധത്തിൻ്റെ ലക്ഷണം സർഗം, ചതുർത്ഥസ്കന്ധത്തിൻ്റെ ലക്ഷണം വിസർഗം, പഞ്ചമസ്കന്ധത്തിൻ്റെ ലക്ഷണം സ്ഥാനം, ഷഷ്ഠസ്കന്ധത്തിൻ്റെ ലക്ഷണം പോഷണം, സപ്തമസ്കന്ധത്തിൻ്റെ ലക്ഷണം ഊതി എന്നിങ്ങനെ പറഞ്ഞു നിർത്തി. ആദ്യത്തെ 2 സ്കന്ധങ്ങൾ ഭാഗവതത്തിൻ്റെ ഒരു ആമുഖമാണ്, പീഠികയാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. പിന്നീടാണ് അഷ്ടമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. മന്വന്തരാണി സധർമ്മ എന്ന ലക്ഷണത്തോടു കൂടിയ ആ മന്വന്തരങ്ങളെക്കുറിച്ച് പറയണു. മന്വന്തരാനുചരിതം ഗജേന്ദ്രസ്യ വിമോക്ഷണം എന്ന രീതിയിൽ ആ മന്വന്തരങ്ങളെക്കുറിച്ച് വർണ്ണിക്കണു അഷ്ടമസ്കന്ധത്തിൽ. ആ ഓരോ മന്വന്തരത്തിലും 6 ഘടകങ്ങൾ വേണം എന്ന് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. മനുപുത്രന്മാർ, ദേവന്മാർ, ദേവേന്ദ്രൻ, സപ്തർഷികൾ, ഭഗവത് അവതാരം. ഇങ്ങനെ 6 ഘടകങ്ങളാണ് ഓരോ മന്വന്തരങ്ങളിലും ഉള്ളത്. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറയുന്നത് 1000 ചതുർയുഗം ആണ് എന്നും അതാണ് ഒരു കൽപ്പം എന്നും പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ സമയത്ത് 14 മനുക്കളാണ് ലോകത്തിനെ ഭരിക്കുന്നത്. അങ്ങനെ 14 മന്വന്തരങ്ങളുടെ പേരവിടെ പറഞ്ഞു. ആദ്യത്തേത് സ്വായംഭുവ മന്വന്തരം എന്ന് തുടങ്ങണു. പിന്നെ 4-ാമത്തെ മന്വന്തരമായ താമസ മന്വന്തരത്തിൽ ഭഗവാൻ ഹരിയുടെയും ഹരിമേധസിൻ്റെയും പുത്രനായിട്ട് ഹരി എന്ന പേരിൽ അവതരിച്ച് ഒരു ആനയെ രക്ഷിച്ചു എന്ന കഥ പറഞ്ഞപ്പോഴാണ് ആ ഗജേന്ദ്രമോക്ഷം കഥ പറഞ്ഞത്. സംസാരസാഗരത്തിൽ കർമ്മങ്ങളാകുന്ന മുതലകളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഭഗവാൻ മാത്രമേ ആശ്രയമുള്ളൂ എന്ന് ഓരോ ജീവാത്മാവിനെയും ബോധിപ്പിക്കുന്ന ഗജേന്ദ്രമോക്ഷം കഥ വർണ്ണിച്ചു. പിന്നീട് ഭഗവാന്റെ 4 അവതാരങ്ങൾ പറഞ്ഞ പാലാഴിമഥനം പറഞ്ഞു. ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് ഇന്ദ്രൻ്റെ കീഴിലുള്ള സകല ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ട് ദേവന്മാരെ കഴിയുന്ന സമയത്ത് ഭഗവാൻ അതിശ്രേഷ്ഠമായ 4 അവതാരങ്ങൾ സ്വീകരിച്ചത്. കൂർമ്മം, അജിതൻ, ധന്വന്തരി, മോഹിനി എന്നീ 4 അവതാരങ്ങൾ എടുത്തുകൊണ്ട് അമൃതത്തിനെ ദേവന്മാർക്ക് നൽകി സർവ ഐശ്വര്യങ്ങളോടും കൂടി ഇന്ദ്രന് ആ ഐശ്വര്യങ്ങൾ തിരിച്ചു കിട്ടിയ കഥ. അതിനുശേഷം ഗംഭീരമായിട്ടുള്ള ദേവാസുര യുദ്ധം ഉണ്ടായ കഥ. പിന്നീട് ഭഗവാന്റെ ആ മോഹിനി വേഷം കണ്ട് ഭഗവാൻ മഹാദേവൻ മോഹിച്ച കഥ, ശങ്കരമോഹനം എന്ന കഥ വർണ്ണിച്ചു കൊടുത്തു. പിന്നീടാണ് അദിതി ദേവിയുടെ പയോവ്രതം. ദേവാസുര യുദ്ധത്തിൽ മരിച്ചുപോയ മഹാബലിയെ ശുക്രമഹർഷി മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് ജീവിപ്പിച്ചു എന്നും വിശ്വജിത്ത് എന്ന യാഗം നടത്തി മഹാബലി 14 ലോകങ്ങളും കീഴടക്കി എന്നും ദേവന്മാർ അനാഥരായിട്ട് പലായനം ചെയ്തു എന്നുള്ള വർണ്ണിച്ചു. ദേവന്മാർക്ക് ലോകം വീണ്ടെടുക്കാനായിട്ട് പയോവ്രതം അനുഷ്ഠിച്ചു അദിതി ദേവി. അതിഥി കശ്യപന്മാരുടെ പുത്രനായിട്ട് ഭഗവാൻ
വാമനനായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞു. 9 അധ്യായങ്ങളിലായിട്ട് ഇന്ദ്രസേനൻ എന്ന മഹാബലിയുടെ ചരിത്രം, ആ മഹാബലിയെ 3 അടി സ്ഥലം എന്ന രീതിയിൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ അപഹരിച്ചുകൊണ്ട് ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥാത്രയങ്ങളെ അതിക്രമിച്ചുകൊണ്ട് അനുഗ്രഹിച്ചതായ ആ കഥ ഭഗവാന്റെ വാമനാവതാരം വർണ്ണിച്ചു കൊടുത്തു. പിന്നീടാണ് ഒരു അധ്യായം കൊണ്ട് അഷ്ടമസ്കന്ധത്തിൻ്റെ 24-ാമത്തെ അധ്യായത്തിൽ സത്യവ്രതൻ എന്ന മഹാരാജാവിനെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ മത്സ്യാവതാരം ചെയ്തത്. ബ്രഹ്മാവ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹയഗ്രീവൻ എന്ന അസുരൻ വേദങ്ങളെ മോഷ്ടിക്കുകയും ഭഗവാൻ മഹാമത്സ്യാവതാരം എടുത്തുകൊണ്ട് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത് ലോകത്തിന് വേദത്തിന് നൽകിയതായിട്ടുള്ള ആ കഥ. ഇങ്ങനെ ആ 4 പുരുഷാർത്ഥങ്ങളുടെ കഥ പറയണു. മോക്ഷം, കാമം, അർത്ഥം, ധർമ്മം എന്ന രീതിയിൽ. ചതുർത്ഥസ്കന്ധത്തിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ക്രമമായിട്ട് പറഞ്ഞു. ഇത് പ്രതിലോമ ക്രമത്തിൽ ഇവിടെ പറയണു. ഒരു സംസാരസാഗരത്തിൽ നിന്ന് ഒരു ജീവാത്മാവിനെ രക്ഷിക്കുന്ന മോക്ഷം എന്ന മോക്ഷസിദ്ധി ഗജേന്ദ്രമോക്ഷത്തിൽ പറയണു. ദേവന്മാരുടെ സകല കാമനകളും ലഭിച്ച് ഐശ്വര്യം പൂർത്തിയാക്കിയത് ആ കാമസിദ്ധിയെ പാലാഴി മതത്തിലൂടെ പറഞ്ഞു. സർവ ഐശ്വര്യങ്ങളും നേടിയ മഹാബലിയെ അനുഗ്രഹിച്ചത്, അർത്ഥം നേടിയത് അർത്ഥസിദ്ധിയെക്കുറിച്ച് പറഞ്ഞു വാമനാവതാരത്തിൽ. ഏറ്റവും അവസാനം അഖിലഗുരുവായിട്ടുള്ള ഭഗവാൻ മത്സ്യാവതാരമൂർത്തി സത്യവ്രത മഹാരാജാവിന് ധർമ്മോപദേശം നൽകിയ ധർമ്മസിദ്ധി എന്ന കഥ. ഇങ്ങനെ മോക്ഷസിദ്ധി, കാമസിദ്ധി, അർത്ഥസിദ്ധി, ധർമ്മസിദ്ധി 4 പ്രകരണത്തിൽ അഷ്ടമസ്കന്ധത്തിലോട് ആ ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിന് വർണ്ണിച്ചു കൊടുത്തു ഹേശവനകാദികളെ എന്ന് അഷ്ടമസ്കന്ധത്തിനെ സമർപ്പിച്ചു. പിന്നീട് നവമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കണു. നവമസ്കന്ധത്തിൻ്റെ ലക്ഷണം ഈശാനു കഥ, ഭഗവത് ഭക്തന്മാരുടെ കഥ എന്ന് ആചാര്യന്മാർ പറയണു. ഈ ഭഗവത് ഭക്തന്മാരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ അതുപോലെ ആയി തീരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അനേകം ശ്രേഷ്ഠന്മാരായ ഭക്തന്മാരുടെ കഥയും സംസാരികളായ രാജാക്കന്മാരുടെ കഥയും ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വാസനകളെക്കുറിച്ചും അവിടെ പറഞ്ഞു. സപ്തമസ്കന്ധത്തിൽ പറഞ്ഞതുപോലെ അഷ്ടമസ്കന്ധത്തിൻ്റെ അവസാനം കണ്ടതായ ആ അവസാനം കണ്ടതായ സത്യവ്രതൻ എന്ന മഹാരാജാവിനെ മത്സ്യരൂപിയായിട്ടുള്ള ഭഗവാൻ അടുത്ത മന്വന്തരത്തിൽ വൈവസ്വത മനുവായിട്ട് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ നവമസ്കന്ധം തുടങ്ങുന്നത് വൈവസ്വത മനു അഥവാ ശ്രാദ്ധദേവൻ എന്ന രാജാവിൻ്റെ കഥയോട് കൂടിയിട്ടാണ്. വിവസ്വാൻ എന്ന സൂര്യൻ്റെ പുത്രനായതുകൊണ്ട് വൈവസ്വത മനു, അങ്ങനെ സൂര്യൻ്റെ പുത്രനായതുകൊണ്ട് സൂര്യവംശം ആരംഭിക്കുകയാണ്. നവമസ്കന്ധത്തിലും അഷ്ടമസ്കന്ധത്തിലെ പോലെ തന്നെ 24 അധ്യായങ്ങളാണ്. നവമസ്കന്ധത്തിൽ ആദ്യത്തെ 13 അധ്യായങ്ങൾ കൊണ്ട് സൂര്യവംശത്തിനെ വർണ്ണിക്കണു. അപ്പോഴാണ് സൂര്യവംശത്തിലെ ചന്ദ്രനായിട്ട് ശ്രീരാമചന്ദ്രനായിട്ട് ഭഗവാൻ അവതരിച്ച കഥ പറഞ്ഞത്. പിന്നീട് 11 അധ്യായങ്ങളിലായിട്ട് ചന്ദ്രവംശത്തിനെ പറയണു. അപ്പോഴാണ് ചന്ദ്രവംശത്തിലെ സൂര്യനായിട്ട് യദുകുല സൂര്യനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ച കഥ പറഞ്ഞത്. ഇങ്ങനെ 13 അധ്യായം കൊണ്ട് സൂര്യവംശത്തിനെയും 11 അധ്യായം കൊണ്ട് ചന്ദ്രവംശത്തിനെയും വർണ്ണിക്കണു. അല്ല, ആദ്യം സൂര്യവംശത്തിനെയാണ് പറയണത്. നേരത്തെ പറഞ്ഞതുപോലെ ശ്രാദ്ധദേവൻ അഥവാ വൈവസ്വത മനു ശ്രദ്ധാദേവി എന്ന കന്യകയെ വിവാഹം കഴിച്ചു. അവർക്കാദ്യം മക്കളുണ്ടായില്ല. മിത്രാവരുണന്മാരെ ധ്യാനിച്ചുകൊണ്ട് ഒരു യാഗം നടത്തി. പക്ഷെ അതിൽ നിന്നുണ്ടായത് ഒരു പെൺകുട്ടിയായിരുന്നു. ഇള എന്ന് പേരിട്ടു. രാജാവിന് തൃപ്തിയായില്ല. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് കുലഗുരുവായ വസിഷ്ഠന്റെ സഹായത്തോടെ ആ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റിയ സുദ്യുമ്നൻ മേരുപർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തിയ സമയത്ത് വീണ്ടും പെണ്ണായിട്ട് മാറി. മഹാദേവന്റെ ആ വാക്യം കൊണ്ട് ശാപമോ അനുഗ്രഹമോ എന്ന് പറയുന്ന ആ വാക്യം കൊണ്ട് സുദ്യുമ്നൻ വീണ്ടും പെണ്ണായി. വീണ്ടും ഭഗവാനെ ഉപാസിച്ചു വൈവസ്വത മനു. മഹാദേവനെ ഉപാസിച്ചു. 1 മാസം സ്ത്രീയും 1 മാസം പുരുഷനുമായിട്ട് തീർന്നു സുദ്യുമ്നൻ അഥവാ ഇള. വിഷയവൈരാഗ്യമെന്ന് അദ്ദേഹം വനത്തിൽ പോയി തപസ് ചെയ്തു. പിന്നീട് ശ്രേഷ്ഠമായ തപസ്സനുഷ്ഠിച്ചപ്പോഴാണ് ഇക്ഷ്വാകു, നൃഗൻ, ശര്യാദി തുടങ്ങിയിട്ടുള്ള പുത്രന്മാരുണ്ടായത്. അതിൽ ആ 10 പുത്രന്മാരുടെ വംശപരമ്പരയാണ് സൂര്യവംശത്തിലൂടെ 13 അധ്യായങ്ങളിലായിട്ട് പറയണത്. അതിലാദ്യം വൃഷധരൻ്റെ കഥ പറഞ്ഞു. ഗുരുകുലത്തിൽ ഗോക്കളെ നോക്കാനായിട്ട് രാത്രി കാവലിരുന്ന വൃഷധരൻ എന്ന രാജകുമാരൻ അറിയാതെയാണെങ്കിലും പശുഹിംസ ചെയ്തു എന്നതുകൊണ്ട് കുലഗുരുവുള്ള വസിഷ്ഠൻ ശപിച്ച്
ചണ്ടാളനാക്കി വനത്തിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ വെച്ച് വിഷയവൈരാഗ്യം എന്ന അദ്ദേഹം ഭഗവാനിലേക്ക് പ്രാപിച്ചു. പിന്നീട് ശര്യാദി എന്ന രാജാവിൻ്റെ പുത്രൻ്റെ കഥ പറഞ്ഞു. ശര്യാദിയുടെ പുത്രിയാണ് സുകന്യ. ചവന മഹർഷിയുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. അതിൻ്റെ ഫലമായിട്ട് ചവന മഹർഷിയുടെ പത്നിയായി തീരേണ്ടി വന്നു. പാതിവ്രത്യം കൊണ്ട് അതികോപിയായ ചവന മഹർഷിയെ സന്തോഷിപ്പിച്ചു. പാതിവ്രത്യം കൊണ്ട് അശ്വനി ദേവകളെ പ്രസാദിപ്പിച്ച് അതിശ്രേഷ്ഠനായിട്ടുള്ള യൗവനവും കാഴ്ചശക്തിയും തിരിച്ചു കിട്ടി എന്ന സുകന്യാചരിതം പറഞ്ഞു. പിന്നീട് നഭകൻ എന്ന പുത്രൻ്റെ കഥയാണ് പറഞ്ഞത്. ആ നഭകൻ്റെ 4 പുത്രന്മാരിൽ നാഭാഗൻ, ഭാഗം കിട്ടാത്തവൻ, കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അംബരീഷൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണശാപത്തിന് പ്രതിവിധിയില്ല എന്നാണ് പറയുക. എങ്കിലും ബ്രാഹ്മണശാപം ഫലിക്കാത്ത ഒരു ഭക്തനുണ്ടെങ്കിൽ അത് അംബരീഷനാണ് പരീക്ഷിത്തെ എന്ന് ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞപ്പോൾ 2 അധ്യായങ്ങളിലായിട്ട് ആ അംബരീഷ ചരിതം വർണ്ണിച്ചു കൊടുക്കുന്നു കേൾക്കാൻ താല്പര്യനായിട്ടുള്ള പരീക്ഷത്തിന്. സുദർശന ചക്രത്തിനെ പേടിച്ചുകൊണ്ട് ദുർവാസാവ് മഹർഷി 14 ലോകവും സഞ്ചരിച്ചത്. ഏകാദശി വ്രതം കൊണ്ട് ഭഗവാനെ ഉപാസിച്ച ആ അംബരീഷന്റെ രക്ഷാകവചമായിട്ട് നിന്ന സുദർശന ചക്രം അംബരീഷനെ ദ്രോഹിക്കാൻ ശ്രമിച്ചതായ ദുർവാസാവിനെ 14 ലോകങ്ങളിൽ ഓടിച്ചു. ബ്രഹ്മലോകത്തും കൈലാസത്തിൽ ചെന്നിട്ടും വൈകുണ്ഠത്തിൽ ചെന്നിട്ടും ഫലമില്ലാതെ വന്ന് ഒടുവിൽ അംബരീഷ മഹാരാജാവിനെ ശരണം പ്രാപിച്ചു. അങ്ങനെ അംബരീഷ മഹാരാജാവിൻ്റെ സ്തുതി കേട്ട് ശാന്തനായിട്ടിരുന്ന സുദർശന ചക്രം മാഞ്ഞുപോയി. അങ്ങനെ അംബരീഷന്റെ സ്നേഹിക്ക ഉണ്ണിനി നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന ശ്രേഷ്ഠമായ പാഠം കാണിച്ചു തന്ന അംബരീഷന്റെ ചരിത്രം ദുർവാസാവ് തന്നെ ലോകത്തിൽ എല്ലായിടത്തും പാടി നടന്നു. പിന്നീടാണ് ഇക്ഷ്വാകു എന്ന പുത്രന്റെ കഥ പറഞ്ഞത്. വൈവസ്വത മനുവിൻ്റെ ഇക്ഷ്വാകു എന്ന വംശം വളരെ പ്രസിദ്ധമായിട്ടുള്ള വംശമാണ്. ഇക്ഷ്വാകിൻ്റെ പുത്രൻ വികുക്ഷി അഷ്ടകാശ്രാദ്ധത്തിനായിട്ട് പോയിട്ട് മുയലിൻ്റെ മാംസം കഴിച്ചു. ശശാദൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു. പിന്നെ ശശാദൻ്റെ പുത്രൻ കകുൽസ്ഥൻ. ദേവാസുര യുദ്ധകാലത്ത് ദേവേന്ദ്രൻ്റെ കകുത്തിൽ കാളരൂപത്തിലുള്ള ദേവേന്ദ്രൻ്റെ കഴുത്തിൽ കയറുന്നുള്ള കകുസ്ഥൻ എന്ന പേര്. അതിപരാക്രമിയായിട്ടുള്ള ആ കകുൽസ്ഥൻ്റെ കഥ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിൽ യുവനാശ്വൻ എന്ന രാജാവ് പുംസവന വ്രതം അനുഷ്ഠിച്ച സമയത്ത് അർദ്ധരാത്രി ആ പുംസവന മന്ത്രം ജപിച്ച ജലം കുടിച്ചതുകൊണ്ട് ഗർഭം വന്നു. അങ്ങനെ അദ്ദേഹം പ്രസവിച്ചു. അമ്മിഞ്ഞപ്പാല് കൊടുക്കാനായിട്ട് ദേവേന്ദ്രൻ ചൂണ്ടാണിവർ കാണിച്ചപ്പോൾ മാൻധാത എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജാവിന് ആ പുത്രന് പേര് കിട്ടി, മാൻധാതാവ്. അദ്ദേഹത്തിന് മുചുകുന്ദൻ, പുരുകുൽസൻ, അംബരീഷൻ 3 പുത്രന്മാർ, 51 50 കന്യകമാർ. ആ 50 കന്യകമാരെയാണ് സൗഭരി എന്ന മഹർഷി വിവാഹം കഴിച്ചത്. ഭൂമിയിലിരുന്ന് തപസ് ചെയ്താൽ ആൾക്കാരുടെ ശല്യമുണ്ടാവും എന്ന് പേടിച്ച സൗഭര്യ മഹർഷി വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് തപസ് ചെയ്തപ്പോൾ മത്സ്യങ്ങളുടെ മൈഥുനം കണ്ടിട്ട് കാമാസക്തനായിട്ട് ഭൂമണ്ഡലത്തിൽ കയറി വന്ന് മാധാതാവിൻ്റെ 50 കന്യകമാരെ വിവാഹം കഴിച്ച് സന്താന പരമ്പര സൃഷ്ടിച്ച കഥ. ജിതേന്ദ്രിയനല്ലാത്തവൻ എവിടെ ചെന്നാലും അവന് ശാന്തി ഉണ്ടാവില്ല എന്ന് സൗഭര്യയുടെ ആഖ്യാനം. പിന്നീടാണ് ആ വംശപരമ്പരയിൽ, മാധാതാവിൻ്റെ വംശപരമ്പരയിൽ സത്യവ്രതൻ എന്ന രാജാവിൻ്റെ കഥ പറഞ്ഞത്. അദ്ദേഹത്തിന് ത്രിശങ്കു എന്നാണ് പേര്. ചണ്ടാളനാക്കി മാറ്റി സ്വർഗ്ഗലോകത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ ത്രിശങ്കു സ്വർഗമുണ്ടാക്കി വിശ്വാമിത്രൻ എന്ന കഥ. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഹരിശ്ചന്ദ്രൻ, സത്യത്തിന് വേണ്ടി സകലതും ഉപേക്ഷിച്ചതായ സത്യത്തിൻ്റെ പ്രതീകമായ ഹരിശ്ചന്ദ്രൻ എന്ന രാജാവ്. അദ്ദേഹത്തിൻ്റെ പുത്രൻ രോഹിതൻ. രോഹിതൻ്റെ വംശപരമ്പരയിൽ ബാഹുകൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിക്ക് ഗരം കൊടുത്തപ്പോൾ ഗർഭസ്ഥ ശിശു ഗരത്തോടുകൂടി വിഷത്തോടുകൂടി പുറത്തേക്ക് വന്നതുകൊണ്ട് സഗരൻ എന്ന പേരിൽ പ്രസിദ്ധനായി. ആ സഗര രാജാവിന് സുമതി, കേശിനി എന്ന 2 പത്നിമാർ. സുമതിയിൽ 60,000 പുത്രന്മാർ. അശ്വമേധയാഗത്തിന് വേണ്ടിയിട്ട് കുതിരയെ അന്വേഷിച്ച് കപിലാശ്രമത്തിൽ ചെന്നപ്പോൾ കപിലവാസുദേവനെ വധിക്കാൻ ശ്രമിച്ചു. കപിലവാസുദേവനാണ് മോഷ്ടാവ് എന്ന് പറഞ്ഞുകൊണ്ട് കപിലവാസുദേവൻ കണ്ണു തുറന്നപ്പോൾ 60,000 പേര് സ്വയം കൃത പാപത്തിൻ്റെ അഗ്നിയിൽ ദഹിച്ചുപോയി. പിന്നീട് ആ സഗരന്മാരുടെ മോക്ഷത്തിനായിട്ട് അസമഞ്ജസം ശ്രമിച്ചു, നടന്നില്ല. കേശിനിയുടെ പുത്രൻ അസമഞ്ജസം ശ്രമിച്ചു, നടന്നില്ല. അസമഞ്ജസന്റെ പുത്രൻ അംശുമാൻ കുതിരയെ കണ്ടെടുത്തു, പക്ഷെ ആകാശഗംഗയെ കൊണ്ടുവരാൻ സാധിച്ചില്ല. അംശുമാന്റെ പുത്രൻ ദിലീപൻ ശ്രമിച്ചു, സാധിച്ചില്ല. ദിലീപന്റെ പുത്രൻ ഭഗീരഥൻ ബ്രഹ്മാവിൻ്റെ തപസ് ചെയ്ത് തൻ്റെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നവരെ തപസ് ചെയ്യാനുള്ള
ആ ആയുസ് നേടിയെടുത്തു. അങ്ങനെ 10,000-കണക്കിന് സംവത്സരം തപസ് ചെയ്തുകൊണ്ട് ഗംഗാദേവിയെയും മഹാദേവനെയും ജന്മമഹർഷിയെയും അങ്ങനെ പലരെയും 10,000-കണക്കിന് സംവത്സരങ്ങൾ തപസ് ചെയ്തുകൊണ്ട് അതികഠിനമായിട്ടുള്ള വ്രതം അനുഷ്ഠിച്ച് ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് പിതൃക്കൾക്ക് മോക്ഷം കൊടുത്ത ആ ഭഗീരഥന്റെ ആ പ്രയത്നം, ഭഗീരഥ പ്രയത്നം എന്ന അത്യധ്വാനത്തിന്റെ കഥ പറഞ്ഞു. അങ്ങനെ ആകാശഗംഗ ഭൂമിയിലേക്ക് വന്നു. ഭഗീരഥന്റെ വംശപരമ്പരയിലാണ് സുദാസൻ എന്ന രാജാവ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പുത്രൻ സൗദാസൻ ഒരു ബ്രാഹ്മണ ശാപം കൊണ്ട് വസിഷ്ഠന്റെ ശാപം കൊണ്ട് രാക്ഷസനായി തീർന്നു. രാക്ഷസനായിട്ട് വനത്തിൽ പ്രവേശിക്കുന്ന സമയത്താണ് മൈഥുനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണനെ പിടിച്ചു തിന്നു. ആ ബ്രാഹ്മണി ശപിച്ചു. സതി അനുഷ്ഠിക്കുന്നതിന് മുമ്പ് അങ്ങ് കൊട്ടാരത്തിൽ ചെന്ന് 12 കൊല്ലത്തിന് ശേഷം കൊട്ടാരത്തിൽ ചെന്നാൽ പത്നിയെ സ്പർശിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തലപൊട്ടി തെറിക്കട്ടെ എന്ന ശാപം. അങ്ങനെ 12 വർഷത്തിന് ശേഷം ചെന്നു സൗദാസൻ. പക്ഷേ അദ്ദേഹത്തിന് പത്നിയെ സ്വീകരിക്കാൻ സാധിച്ചില്ല. കുലഗുരു വസിഷ്ഠൻ ഗർഭാധാനം ചെയ്തു. ആ ഗർഭത്തിനെ കല്ലുകൊണ്ട് പൊളിച്ചെടുത്തുകൊണ്ട് അശ്മകൻ എന്ന കുമാരന് പേരുണ്ട്. അദ്ദേഹത്തിന്റെ വംശപരമ്പരയിലാണ് ഖട്വാങ്കൻ എന്ന രാജാവുണ്ടായത്. ആ ഖട്വാങ്കൻ ഒരു മുഹൂർത്തം കൊണ്ട് ഭഗവാനിലേക്ക് എത്തിയ ആ രാജാവിന്റെ കഥ ഖട്വാംഗസ്യജമാന്ധാതു സൗഭരേ സഗരസ്യജ. അപ്പൊ ഖട്വാങ്കൻ എന്ന രാജാവ്, അദ്ദേഹത്തിന്റെ വംശപരമ്പരയിൽ ദശരഥൻ എന്ന രാജാവ്. ദശരഥന് 3 പത്നിമാരുണ്ടായിരുന്നു, കൗസല്യ, കൈകേയി, സുമിത്ര. പക്ഷെ പുത്രന്മാരുണ്ടായില്ല. പുത്രകാമേഷ്ടി യാഗം നടത്തിയപ്പോൾ ഭഗവാൻ തന്നെ ശ്രീരാമൻ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരെന്ന പേരിൽ 4ആയിട്ട് അവതരിച്ചു എന്ന രാമായണം കഥ. 24,000 ശ്ലോകത്തിൽ വാൽമീകി മഹർഷി എന്ന ആദികവി എഴുതിയത് വെറും 2 അധ്യായങ്ങളിലായിട്ട് 92 ശ്ലോകങ്ങളിലായിട്ട് അങ്ങോട്ട് ചുരുക്കി. കാരണം പരീക്ഷത്തിന് 7 ദിവസമേ ആയുസ്സുള്ളൂ എന്നതുകൊണ്ട്. അങ്ങനെ 92 ശ്ലോകങ്ങളിലായിട്ട് 2 അധ്യായങ്ങളിലായിട്ട് ചുരുക്കി രാമായണം. രാമാദിവൽ ജീവിതവ്യം, രാമനെ പോലെ ജീവിക്കണം എന്നത് രാവണാദിവൽ, രാവണനെ പോലെ ആവരുത് എന്ന ആ താല്പര്യം ജനിപ്പിക്കുന്ന രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന രീതിയിൽ ആ രാമായണ കഥ 2 അധ്യായങ്ങളിലായിട്ട് അവിടെ വർണ്ണിച്ചു കേൾപ്പിച്ചു. പിന്നീടാണ് നിമേരംഗപരിത്യാഗ, നിമി എന്ന രാജാവ്, ഇക്ഷ്വാകുവിന്റെ മറ്റൊരു പുത്രനായ നിമിയുടെ കഥ. വസിഷ്ഠന്റെ ശാപം കൊണ്ട് ശരീരം വീണുപോയി. ഒരു യാഗം നടത്താനായിട്ട് വസിഷ്ഠനെ സമീപിച്ചപ്പോൾ വസിഷ്ഠൻ ഇന്ദ്രന്റെ യാഗത്തിന് പോയി തിരിച്ചു വന്നപ്പോൾ തന്റെ സ്ഥലത്ത് ഗൗതമ മഹർഷി ഇരിക്കണം കണ്ടപ്പോൾ നിമിയുടെ ശരീരം വീണുപോട്ടെ എന്ന് ശപിച്ചു. വസിഷ്ഠനെയും നിമി ശപിച്ചു. അങ്ങനെ 2 പേരുടെ ദേഹം ഇല്ലാതായി. യാഗത്തിൽ വന്ന ദേവന്മാര് ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ദേഹബന്ധനം വേണ്ട എന്ന് പറഞ്ഞു. മനുഷ്യരുടെ കൺപോളകളിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ആ നിമി മഹാരാജാവിന് മനുഷ്യരുടെ കൺപോളകളിൽ സ്ഥാനം കിട്ടിയെന്ന നിമി ചരിത്രം പറഞ്ഞു. ഇങ്ങനെ 13 അധ്യായങ്ങൾ കൊണ്ട് സൂര്യവംശത്തിനെ അവിടെ വർണ്ണിച്ചു കേൾപ്പിച്ചു. പിന്നീടാണ് ചന്ദ്രവംശത്തിനെ പറഞ്ഞത്. ചന്ദ്രവംശത്തിന്റെ പ്രാരംഭം തന്നെ ഒരു അത്യപകടകരമായിട്ടുള്ള ഒരു ദുഷ്പ്രവൃത്തിയിലൂടെയാണ്. ബ്രഹ്മാവിൽ നിന്ന് അത്രിയുണ്ടായി. അത്രിയുടെ നേത്രങ്ങളിൽ നിന്ന് അമൃതമയനായ സോമനുണ്ടായി. സോമൻ രാജസൂയ യാഗം കഴിച്ച് ലോകം മുഴുവൻ കീഴടക്കിയപ്പോൾ അഹങ്കാരം വന്ന് ലോകഗുരുവായിട്ടുള്ള ദേവഗുരുവായ ബൃഹസ്പതിയുടെ താരയെ അപഹരിച്ചു. ദേവാസുരയുദ്ധം ഉണ്ടാവുമെന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവ് ഇടപെട്ട് താരയെ ബൃഹസ്പതിക്ക് തന്നെ തിരിച്ചു കൊടുത്തു. പക്ഷെ താര പ്രസവിച്ചു അതിസുന്ദരനായ പുത്രനെ. തൻ്റെ പുത്രനാണ് എന്ന് ബൃഹസ്പതിയും ബുധനും 2 പേരും അവകാശപ്പെട്ടപ്പോൾ ഏറ്റവും ഒടുവിൽ താര പറഞ്ഞു ബുധൻ ചന്ദ്രന്റെ പുത്രനാണ് എന്ന്. അങ്ങനെ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ പത്നി താരയിലെ ചന്ദ്രനുണ്ടായ പുത്രൻ ബുധൻ സൂര്യവംശത്തിലെ ആദ്യത്തെ ആ സുദിനന്റെ സ്ത്രീരൂപം ഇളയെ കണ്ടു മോഹിച്ചു. അതിൽ ഒരു രാജാവുണ്ടായി, അയളൻ പുരൂരവസ്. ചന്ദ്രവംശത്തിലെ ആദ്യത്തെ രാജാവ് പുരൂരവസ്. പുരൂരവസ് സഞ്ചരിക്കുമ്പോൾ ഭൂമിയിൽ ശാപം കിട്ടി വന്ന ഉർവശിയെ കണ്ടു. 3 വ്യവസ്ഥകൾ പറഞ്ഞു. ഉർവശിയുടെ മജാലസമായ ശരീരം കണ്ട വ്യവസ്ഥകളെല്ലാം അംഗീകരിച്ചു. പക്ഷേ തൻ്റെ കണ്ണിണ പോലെ സൂക്ഷിച്ചിരിക്കുന്നതായ ആട്ടിൻകുട്ടികളെ സംരക്ഷിക്കാൻ സാധിച്ചില്ല. രാജാവിനെ നഗ്നനായിട്ട് കണ്ടു എന്ന 2 വ്യവസ്ഥകൾ ലംഘിച്ചപ്പോൾ ഉർവശി അവിടുന്ന് യാത്ര പറഞ്ഞു. ഉർവശിരഹിതനായിട്ടുള്ള ആ പുരൂരവസ് കാമഭ്രാന്തനായിട്ട് ഭൂലോകം മുഴുവൻ അലഞ്ഞു നടന്നു. പിന്നീട് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഉർവശിയെ കണ്ടുമുട്ടി. വർഷത്തിൽ 1 ദിവസം
ഉർവശിയുമായിട്ട് രമിച്ചു. അങ്ങനെ 6 പ്രാവശ്യം, അങ്ങനെ 6 പുത്രന്മാരുണ്ടായി. ആയുഷ്, ഉദായു, സത്യായു, വിജയൻ, ജയൻ തുടങ്ങിയിട്ടുള്ള 6 പുത്രന്മാർ. അതിൽ പുരൂരവസിന്റെ 6 പുത്രന്മാരിൽ വിജയൻ എന്ന പുത്രന്റെ വംശപരമ്പര പറയുന്നു. അതിൽ കുശാംബു എന്ന രാജാവുണ്ടായി. അദ്ദേഹത്തിന്റെ പുത്രൻ ഗാധി. ഗാധിക്ക് അതിസുന്ദരിയായിട്ടുള്ള പുത്രി ഉണ്ടായി, സത്യവതി. സത്യവതിയെ ഋചികൻ വിവാഹം കഴിച്ചു. ഭാര്യയ്ക്ക് ഒരു ഉരുള കൊടുത്തു നല്ല പുത്രനുണ്ടാവാൻ. ഭാര്യയുടെ മാതാവിനും കൊടുത്തു. പരസ്പരം ഉരുള മാറി കഴിച്ചതുകൊണ്ട് ആ പുത്രൻ ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയ ഗുണമുള്ളവനായി തീരും എന്ന് പറഞ്ഞു. പക്ഷേ സത്യവതിയുടെ അഭ്യർത്ഥന പ്രകാരം അത് പൗത്രനിലേക്ക് മാറ്റി. അങ്ങനെ സത്യവതിക്ക് ഋചികനും കൂടി ഒരു പുത്രനുണ്ടായി, ജമദഗ്നി. ജമദഗ്നി രേണുകയെ വിവാഹം കഴിച്ചു. ആ രേണുകാദേവിയിൽ 5 പുത്രന്മാരുണ്ടായി. 5ാമത്തേത് ഭഗവാൻ തന്നെ രാമൻ എന്ന പേരിൽ പ്രസിദ്ധനായി. മഹാദേവനിൽ നിന്ന് ആയുധവിദ്യകളെല്ലാം അഭ്യസിച്ചു. ആ ഉരുള ചരു മാറി കഴിച്ചതിൻ്റെ ക്ഷാത്രഗുണം, യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ടായി. മഹാദേവനിൽ നിന്ന് ആയുധവിദ്യകൾ അഭ്യസിച്ചു. മഹാദേവൻ കൊടുത്ത പരശുവോട് കൂടിയിട്ട് രാമന്റെ പേര് പരശുരാമൻ എന്നായി. 1000 കൈകളോടുകൂടി ദത്താത്രേയ മഹർഷിയുടെ ശിഷ്യനായി തീർന്ന ഹേഹയ രാജാവായ കാത്തവീര്യാർജുനൻ ജമദഗ്നി മഹർഷിയുടെ പശുവിനെ അപഹരിച്ചപ്പോൾ ഹേഹയ രാജാവിനെ വധിച്ചു. പുത്രന്മാർ പലായനം ചെയ്തു. പിന്നീട് തൻ്റെ മാതാവ് മനസ്സുകൊണ്ട് വിഭജിച്ചു എന്നറിഞ്ഞ പരശുരാമ മഹർഷി മാതാവിനെയും 4 ഏട്ടന്മാരെയും അച്ഛൻ്റെ ഉപദേശപ്രകാരം വധിച്ചു. പക്ഷേ ജമദഗ്നി മഹർഷി പരശുരാമ മഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം പുനർജീവിപ്പിച്ചു. മഹേന്ദ്രപുരത്തിൽ തപസ് ചെയ്യുന്ന സമയത്ത് ഹേഹപുത്രന്മാർ വന്ന ജമദഗ്നിയെ വധിച്ച് ആശ്രമം നശിപ്പിച്ചു. പിന്നീട് ആ സമയത്താണ് രേണുകാദേവി 21 പ്രാവശ്യം നെഞ്ചത്ത് കൈയിട്ടടിച്ച് കരഞ്ഞത്. ഇത് കേട്ട പരശുരാമ മഹർഷി 21 പ്രാവശ്യം ഭൂമണ്ഡലം മുഴുവൻ ചുറ്റിക്കറങ്ങി ദുഷ്ടന്മാരെ ക്ഷത്രിയന്മാരെ മുഴുവൻ നിശേഷം നശിപ്പിച്ച് അവരുടെ രക്തം കൊണ്ട് കുരുക്ഷേത്രത്തിന് സമീപത്ത് 5 കയങ്ങളുണ്ടാക്കി സമന്ത പഞ്ചകം എന്ന പേരിൽ ഇതിൽ തർപ്പണം ചെയ്താൽ പിതൃക്കൾ സന്തോഷിക്കും എന്ന് വ്യവസ്ഥയുണ്ടാക്കി. പിന്നീട് ആ പാപഭാരങ്ങളെല്ലാം തീർക്കാനായിട്ട് മഹേന്ദ്രപർവ്വതത്തിൽ ഇന്നും ആ പരശുരാമ മഹർഷി തപസ് ചെയ്യണു എന്ന് പറഞ്ഞ് പരശുരാമചരിതം പറഞ്ഞു നിർത്തി ഭഗവാന്റെ പരശുരാമ അവതാരം. അപ്പോൾ പുരൂരവസിന്റെ പുത്രനായ വിജയന്റെ വംശപരമ്പരയിലാണത് പറഞ്ഞത്. പുരൂരവസിന്റെ മറ്റൊരു പുത്രൻ ആയുഷിന്റെ വംശം പറയുന്നു. അതിലാണ് നഹുഷൻ എന്ന രാജാവിന്റെ കഥ പറഞ്ഞത്. 6 പുത്രന്മാരിൽ ഒരാളുടെ പേര് നഹുഷൻ. വൃത്രാസുരന്റെ ഹത്യ കൊണ്ട് ബ്രഹ്മഹത്യാപാപം വന്ന ഇന്ദ്രൻ മാനസസരത്തിന്റെ താമരപ്പൂവിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന സമയത്ത് ഇന്ദ്രന് പകരം ദേവലോകം ഭരിച്ച നഹുഷൻ എന്ന രാജാവ്. നഹുഷന് 6 പുത്രന്മാരുണ്ടായി. യതി, യയാതി, സംയാതി, ആയതി, വിയേതി, കൃതി എന്നീ 6 പേര്. അതിൽ യയാതിയുടെ ചരിത്രം പറയുന്നു. യയാതി എന്ന രാജാവ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പൊട്ടക്കിണറിൽ കിടക്കുന്ന ദേവയാനിയെ കണ്ടത്. നഗ്നത മറയ്ക്കാൻ തൻ്റെ ഉത്തരീയം കൊടുത്തു, കൈപിടിച്ച് കയറ്റി വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ദേവയാനി ഭൂമണ്ഡലത്തിന്റെ റാണിയായി തീർന്ന കഥ പറഞ്ഞു. അസുരഗുരുവായിരിക്കുന്ന ശുക്രമഹർഷിയുടെ പുത്രി ദേവയാനിയും അസുര രാജാവായ ഋഷഭർവാവിന്റെ പുത്രി ശർമ്മിഷ്ഠയും തോഴിമാരൊരുമിച്ച് ജലക്രീഡ നടത്തുമ്പോൾ നഗ്നരായിട്ടാണ് ജലക്രീഡ നടത്തിയത്. മഹാദേവൻ വരുന്നത് കണ്ട് വസ്ത്രങ്ങൾ മാറി ധരിച്ചു. അതിനെപ്പറ്റി വഴക്കുണ്ടായി. ആ സമയത്ത് രാജകുമാരിയായ ശർമ്മിഷ്ഠ നഗ്നയാക്കി ദേവയാനിയെ പൊട്ടക്കിണറിൽ തള്ളി എന്ന കഥ പറഞ്ഞ് കേൾപ്പിച്ചു. അങ്ങനെ ശർമ്മിഷ്ഠ എന്ന രാജകുമാരിക്ക് ദേവയാനി എന്ന പുതിയ റാണിയുടെ ദാസിയായിട്ട് ഭൂമണ്ഡലത്തിലേക്ക് വരേണ്ടി വന്നു. പക്ഷേ യയാതി എന്ന രാജാവ് ദേവയാനിയിൽ എന്നതുപോലെ തന്നെ ശർമ്മിഷ്ഠയിലും ആകൃഷ്ടനായി. അങ്ങനെ രാജാവിന് 5 പുത്രന്മാരുണ്ടായി. അനു, ദ്രുഹു, യദു, തുർവസു, പൂരു. കാമാസക്തനായ യയാതിയെ ശപിച്ചു ശുക്രമഹർഷി. പക്ഷേ ശാപമോക്ഷം ചോദിച്ചു. ഏതെങ്കിലും ഒരു പുത്രൻ പൂർണ്ണമായ സമ്മതത്തോടെ യൗവനം തരികയാണെങ്കിൽ യുവാവായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു. കാമാസക്തനായ യയാതി 5 പുത്രന്മാരോട് ചെന്ന് ചോദിച്ചു. 4 പേര് സമ്മതിച്ചില്ല. പൂരു എന്ന രാജാവ്, പൂരു എന്ന പുത്രൻ യയാതിക്ക് യൗവനം കൊടുത്ത് വാർദ്ധക്യം മേടിച്ചു. അങ്ങനെ പൂരുവിനെ ഭാവിയിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പിന്നീട് വിരക്തി വന്ന ആ യയാതി തപസ് ചെയ്ത് ഭഗവാനിലെത്തി എന്ന യയാതി ചരിതം പറഞ്ഞു. പിന്നീട് ശ്രേഷ്ഠനായ പൂരുവിന്റെ വംശമാണ് പറഞ്ഞത്. പൂരുവിന്റെ വംശത്തിലാണ് ശ്രേഷ്ഠനായ ദുഷ്യന്തൻ എന്ന രാജാവ് ഉണ്ടായത്. കണ്വാശ്രമത്തിൽ വെച്ച് ശകുന്തളയെ കണ്ടുമുട്ടി
ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ചു. അതിൽ പുത്രനുണ്ടായി ഭരതൻ എന്ന രാജാവ്. അദ്ദേഹത്തിന് 3 പത്നിമാരുണ്ടായി. പക്ഷേ ആ രാജാവിൻ്റെ പരിഹാസവാക്കുകൾ കേട്ട് പുത്രന്മാരെ മുഴുവൻ വധിച്ചു. അങ്ങനെ രാജ്യം അനാഥമായി തീരും എന്ന വന്ന സമയത്താണ് ഭരദ്വാജൻ എന്ന കുമാരനെ ദത്തെടുത്തുകൊണ്ട് വംശം പൂർത്തീകരിച്ചത്. ബൃഹസ്പതി തൻ്റെ സഹോദരനായ ഉദധ്യൻ്റെ ഭാര്യ മമതയെ പ്രാപിക്കാൻ ശ്രമിച്ചപ്പോൾ ഉള്ളിലുണ്ടായ ആ ഗർഭം ഈ ബീജത്തിനെ ചവിട്ടി പുറത്താക്കി. അങ്ങനെ ഭരദ്വാജൻ എന്ന പേര് വന്നു. അങ്ങനെ ഭരദ്വാജനെ അഥവാ വിദധനെ സ്വീകരിച്ചിട്ടാണ് ആ സോമവംശം പിന്നീട് മുൻപോട്ട് പോയത്. ആ വംശത്തിലാണ് രന്തിദേവൻ ഉണ്ടായത്. ത്യാഗത്തിൻ്റെ മനോഭാവമായിരിക്കുന്ന രന്തിദേവൻ തനിക്ക് 48 ദിവസത്തെ പട്ടിണിക്ക് ശേഷം കിട്ടിയ സകല ഭക്ഷണ സാധനങ്ങളും അതിഥികൾക്കായിട്ട് ദാനം ചെയ്ത ത്യാഗത്തിൻ്റെ പ്രതീകമായ രന്തിദേവന്റെ കഥ പറഞ്ഞു. പിന്നീടാണ് ആ വംശപരമയുള്ള ഹസ്തി എന്ന രാജാവ് പറഞ്ഞത്. ഹസ്തിയാണ് ഹസ്തിനാപുരം എന്ന സാമ്രാജ്യം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായിട്ട് കുരു എന്ന രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ട് ധൃതരാഷ്ട്രൻ്റെ പുത്രനെയും പാണ്ഡവന്റെ പുത്രനെയും കൗരവർ എന്ന് പൊതുവെ വിളിക്കും. അങ്ങനെ കുരുവംശം ഉണ്ടായി. കുരുവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവായിരുന്നു പ്രദീപൻ. അദ്ദേഹത്തിന് 3 പുത്രന്മാർ, ശന്തനു, ബാഹ്ലികൻ, ദേവാപി. ദേവാപി സന്യസിച്ച് സർവസംഘ പരിത്യാഗിയായിട്ട് മാറി. ശന്തനുവാണ് പിന്നീട് രാജാവായത്. ശന്തനു ആ ഭൂമിയിൽ ശാപം കിട്ടി വന്ന ഗംഗാദേവിയെ കണ്ട് മോഹിച്ചു. അങ്ങനെ ആ ഗംഗാദേവിയിൽ ശന്തനുവിന് ഒരു പുത്രനുണ്ടായി. അതാണ് ദേവവ്രതൻ അഥവാ ഭീഷ്മര്. സത്യവതി എന്ന ദാശകന്യകയെ, ഗംഗാ നദി അക്കരയ്ക്കര കടത്തുന്ന മുക്കുവ കന്യകയെ കണ്ട് മോഹിച്ചു ശന്തനു ഗംഗാദേവിയുടെ തിരോധാനത്തിന് ശേഷം. അങ്ങനെ സത്യവതിയെ വിവാഹം കഴിക്കാൻ അച്ഛന് തടസ്സമുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഗർഹസ്ഥ്യം വേണ്ട, രാജ്യഭാരം വേണ്ട എന്ന ഭീഷ്മ പ്രതിജ്ഞ ചെയ്ത ദേവവ്രതൻ അന്നു മുതൽ ഭീഷ്മർ എന്ന പേരിൽ പ്രസിദ്ധനായി. അങ്ങനെ ദാശകന്യകയായ സത്യവതിയെ രാജാവായ ശന്തനു വിവാഹം കഴിച്ചു. അതിൽ 2 പുത്രന്മാരുണ്ടായി, ചിത്രാംഗതൻ, വിചിത്രവീര്യൻ. ചിത്രാംഗതൻ അതേ പേരിലുള്ള ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു. വിചിത്രവീര്യന് വിവാഹപ്രായം എത്തിയപ്പോൾ കാശി രാജാവിൻ്റെ 3 പുത്രിമാർ അംബ, അംബിക, അംബാലികയെ ഭീഷ്മർ പിടിച്ചുകൊണ്ട് വന്നു അനുജന് വേണ്ടിയിട്ട്. എനിക്ക് സാൽവനെയാണ് താല്പര്യം എന്നറിഞ്ഞപ്പോൾ അംബയെ ഉപേക്ഷിച്ചു. അംബികയെയും അംബാലികയെയും വിചിത്രവീര്യനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. പക്ഷേ രാജയക്ഷ്മാവ് അഥവാ ക്ഷയരോഗം വന്ന ആ രാജകുമാരൻ മരിച്ചു. പിന്നീട് അമ്മയായ സത്യവതിയുടെ നിർദ്ദേശപ്രകാരം പുത്രനായ വേദവ്യാസ മഹർഷി, ഭാഗവതത്തിൻ്റെ രചയിതാവ്, ഹസ്തിനാപുരിയിലേക്ക് വന്നു. അംബിക, അംബാലിക 2 അനുജന്റെ ഭാര്യമാരിൽ പുത്രോത്പാദനം നടത്തി. അംബിക കണ്ണടച്ചപ്പോൾ ഉണ്ടായ പുത്രൻ അന്ധനായി, ധൃതരാഷ്ട്രര്. അംബാലിക വിളറി വെളുത്തു, ഉണ്ടായ പുത്രൻ പാണ്ഡു ആയിട്ട് മാറി. പിന്നീട് ഒരു ദാസിയെ പറഞ്ഞയച്ചു. ദാസി പൂർണ്ണ സമ്മതത്തോടെ സ്വീകരിച്ചതുകൊണ്ട് നല്ലൊരു പുത്രനുണ്ടായി. യമധർമ്മരാജാവിൻ്റെ അംശാവതാരമായിട്ട് വിതുരൻ. എന്നിങ്ങനെ ആ 4 വേദവ്യാസ മഹർഷിയുടെ 4 പുത്രന്മാരെ പറ്റി പറഞ്ഞു. ധൃതരാഷ്ട്രര്, പാണ്ഡു, വിതുരര്, ശ്രീശുക ബ്രഹ്മർഷി എന്നിങ്ങനെ 4 പുത്രന്മാർ. ഗാന്ധാരദേശത്തെ കുമാരിയായി ഗാന്ധാരിയെ വിവാഹം കഴിച്ചു ധൃതരാഷ്ട്രര്. അതിൽ ദുര്യോധനൻ, ദുശാസനൻ തുടങ്ങിയിട്ടുള്ള 100 പുത്രന്മാരെ ദുശള, ചാപി, കന്യക. പാണ്ഡു എന്ന രാജാവ് കുന്തി, മാദ്രി 2 കുമാരിമാരെ വിവാഹം കഴിച്ചു. പക്ഷേ കിന്ദമൻ എന്ന മഹർഷിയുടെ ശാപമുള്ളതുകൊണ്ട് പത്നിമാരെ തൊട്ടാൽ തലപൊട്ടി തെറിക്കും എന്നുള്ളതുകൊണ്ട് ദുർവാസാവ് മഹർഷി ബാല്യകാലത്ത് കുന്തിദേവിക്ക് ഉപദേശിച്ചു കൊടുത്തതായ മന്ത്രത്തിനെ ഉപദേശിച്ച് 5 പുത്രന്മാരെ നേടി. ആ മന്ത്രത്തിന്റെ ശക്തി പരീക്ഷിച്ച കുന്തിദേവി അവിവാഹിതയായിരിക്കുന്ന സമയത്ത് തന്നെ സൂര്യനെ ആവാഹിച്ച് ഒരു പുത്രനെ നേടി. അവിവാഹിതയായതുകൊണ്ട് പെട്ടിയിലാക്കി ഒഴുക്കി. അതാണ് കർണൻ. അതിരഥനും രാധാദേവിയും എടുത്ത് വളർത്തി കർണൻ എന്ന പേരിൽ പ്രസിദ്ധനായി. പിന്നീട് യമധർമ്മരാജാവിനെ ധ്യാനിച്ചുകൊണ്ട് യുധിഷ്ഠിരനെ, വായുവിനെ ധ്യാനിച്ചുകൊണ്ട് ഭീമനെ, ഇന്ദ്രനെ ധ്യാനിച്ചുകൊണ്ട് അർജുനനെ നേടി. ശേഷിച്ച ഒരു വരം മാദ്രിക്ക് കൊടുത്തു. മാദ്രി ദേവവൈദ്യന്മാരായ അശ്വിനി ദേവകളെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഇരട്ടകളായി നകുല സഹദേവന്മാർ ജനിച്ചു. ഇങ്ങനെ പഞ്ചപാണ്ഡവന്മാരുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു. പഞ്ചപാണ്ഡവന്മാരിൽ മധ്യമപുത്രനായിട്ടുള്ള അർജുനൻ
ഭഗവാന്റെ സഹോദരിയായ സുഭദ്രാദേവി വിവാഹം കഴിച്ചു. അതിൽ പുത്രനുണ്ടായി അഭിമന്യു. ആ അഭിമന്യു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പത്മവ്യൂഹത്തിൽപ്പെട്ട് മരണമടഞ്ഞു. ആ സമയത്ത് അഭിമന്യുവിന്റെ പത്നി ഉത്തരാദേവി ഗർഭിണിയായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ദ്രോണാചാര്യ പുത്രനായ അശ്വത്ഥാമാവ് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം കൊണ്ട് ആ ഗർഭത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അപാരമായ വാത്സല്യം കൊണ്ട് ശ്രീനിവാസാനുകമ്പയ ആ ഗർഭസ്ഥ ശിശു യാതൊരു തകരാറും കൂടാതെ ശ്രേഷ്ഠനായൊരു പുത്രനായിട്ട് മാറി. തക്ഷകന്റെ ദംശനം കൊണ്ട് 7-ാം ദിവസം ദേഹം ഉപേക്ഷിക്കും എന്ന് പറഞ്ഞ് ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്ത് ഭാഗവത കഥകൾ കേൾക്കുന്ന ഹേ പരീക്ഷത്തെ, അങ്ങാണ് ആ പുത്രൻ എന്ന് പരീക്ഷത്തിനോട് ശ്രീശുക ബ്രഹ്മർഷി ആ കഥകൾ മുഴുവൻ, പരീക്ഷത്തിന്റെ ചരിത്രം മുഴുവൻ പറഞ്ഞങ്ങോട് കേൾപ്പിച്ചു. പിന്നീടാണ് ആ ഭഗവാന്റെ വർണ്ണയാമി മഹാപുണ്യം എന്ന് പറഞ്ഞ് ആ ഭഗവാന്റെ ശ്രേഷ്ഠമായിട്ടുള്ള ആ യദുവംശത്തിന്റെ കീർത്തനം പറയണത്. എത്ര അവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര ലോകത്തിന്റെ ഭൂഭാരമുപസംഹർത്തും വസുദേവസ്യ വേശ്മനി ഗൃഹീതദ്ഭുതരൂപായ എന്ന രീതിയിൽ ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരത്തിനെ കുറിച്ച് പറയുന്ന സൂചിപ്പിക്കുന്ന ആ കഥകളോട് പറഞ്ഞ്, യദുവംശത്തില് സാത്വതൻ എന്ന രാജാവുണ്ടായിരുന്നു. അദ്ദേഹം 2 പുത്രന്മാര്, വൃഷ്ണി എന്നും അന്ധകൻ എന്നും. ആ വൃഷ്ണിയുടെ വംശപരമ്പരയിലാണ് ശൂരൻ എന്ന രാജാവുണ്ടായത്. അദ്ദേഹത്തിന് അനേകം പുത്രന്മാരുണ്ട്. അതിലൊരാളുടെ പേര് വസുദേവര്. സാത്വതന്റെ മറ്റൊരു പുത്രനായ അന്ധകന്റെ വംശത്തിലാണ് ദേവകൻ എന്ന രാജാവുണ്ടായത്. അദ്ദേഹത്തിന്റെ പുത്രിമാരിൽ ഒരാളുടെ പേര് ദേവകി. ഇങ്ങനെ ദേവകി വസുദേവന്മാർ വിവാഹം കഴിച്ചു. അവർ 8ാമത്തെ പുത്രനായിട്ട് ഭഗവാൻ തന്നെ കൃഷ്ണൻ എന്ന പേരിൽ അവതരിച്ചു. ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് അവതരിച്ചതാണ്. കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ ഭൂമിയുടെ ഭാരം തീർത്തു. അർജുനനെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചു. ഉദ്ധവന് ആത്മോപദേശം നൽകി സ്വധാമത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി പരീക്ഷത്തെ എന്ന് പറഞ്ഞപ്പോഴാണ്, അങ്ങനെ 3 ശ്ലോകത്തിൽ ശ്രീകൃഷ്ണാവതാരം ചുരുക്കി പറഞ്ഞപ്പോഴാണ് തൊഴുകൈകളോടുകൂടി പരീക്ഷിത്ത് പറഞ്ഞത്, നൈസാഹിദുഷകശൃണ്മാം ത്യക്തോദമവിബാധത്തെ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. അങ്ങയുടെ മുഖത്തു നിന്ന് അനവരതം ഒഴുകി വരുന്നതായ ആ ശ്രീകൃഷ്ണ കഥകള്, ഭഗവാന്റെ കഥകള് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശദമായിട്ട് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ 120 വർഷങ്ങളോളം ഭൂമണ്ഡലത്തിൽ ലീലകൾ ആറാടിക്കൊണ്ട് സകല ചരാചരങ്ങളെയും ആനന്ദസാഗരത്തിൽ ആറാടിച്ച ആ മേഘസുന്ദരന്റെ കഥ, ശ്രീകൃഷ്ണ ലീലകളെ 120 അധ്യായങ്ങളിലായിട്ട് പറയണു. അങ്ങനെ 3 ശ്ലോകങ്ങൾ കൊണ്ട് ശ്രീകൃഷ്ണാവതാരെ സംഗ്രഹിച്ച് നവമസ്കന്ധത്തിനെ സമർപ്പിച്ചു. പിന്നീടാണ് ദശമസ്കന്ധത്തിനെ കുറിച്ച് പറയണത്. നിരോധസ്തു ലോകവേദവ്യാപാരന്യാസ. മറ്റെല്ലാത്തിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് ഭഗവാങ്കൽ മനസ്സിനെ സമർപ്പിക്കലാണ് യഥാർത്ഥത്തിലുള്ള ആ നിരോധം എന്ന് പറയുന്നത്. ആത്മാവിനോടുകൂടിയുള്ള അനുശയനം, ജീവാത്മാ പരമാത്മാ സംയോഗം എന്നത്, ശ്രീകൃഷ്ണ ലീലകളിൽ മുങ്ങിക്കിടക്കുക എന്ന എന്ന ലക്ഷണത്തോടു കൂടിയ ദശമസ്കന്ധത്തിനെ പറഞ്ഞു. ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ടാണ് ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞു. ദുഷ്ടന്മാരായ അസുരന്മാരുടെയും രാജാക്കന്മാരുടെയും ശല്യം സഹിക്കാതെ വന്ന സമയത്ത് ക്ലേശാക്രാന്തയായ ദുഃഖിതയായ ഭൂമിദേവി ഒരു പശുവിന്റെ രൂപത്തിൽ വന്ന് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് ഭൂമിദേവിയെയും ദേവന്മാരെയും കൊണ്ട് പാലാഴ തീരത്ത് നിന്ന് ഭഗവാനെ സ്തുതിച്ചു. ബ്രഹ്മാവിന് മാത്രം കേൾക്കുന്ന ഒരു അശരീരി ഉണ്ടായി. ദേവകി വസുദേവന്മാരുടെ 8ാമത്തെ പുത്രനായിട്ട് ഭഗവാൻ ജനിക്കും എന്നും, ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് സംഘർഷമൂർത്തി ജനിക്കും എന്നും, ഭഗവാന്റെ സഹോദരിയായിട്ട് യശോദമ്മയുടെയും നന്ദഗോപരുടെയും പുത്രിയായിട്ട് യോഗമായ ജനിക്കും. ഇങ്ങനെ ലോകത്തിനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ തിരോധാരം ചെയ്യുമെന്നുള്ള വാർത്ത ദേവന്മാരെ അറിയിച്ചു. ഭഗവാനെ ഉപാസിക്കാൻ ഓരോ തരത്തിലുള്ള രൂപങ്ങളെ നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് ദേവന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ദേവകി വസുദേവന്മാരുടെ വിവാഹത്തിന്റെ സമയത്ത് 8ാമത്തെ ഗർഭം, ദേവകി ദേവിയുടെ 8ാമത്തെ ഗർഭം കംസനെ കൊല്ലും എന്നാൽ അശരീരി കേട്ട് കംസൻ കോപാക്രാന്തനായിട്ട്
ദേവകി ദേവിയെ വധിക്കാൻ ശ്രമിച്ചു. പക്ഷേ വസുദേവരുടെ ആ ഉപദേശങ്ങളും അതുപോലെ തന്നെ നിരുപാധികമായിട്ടുള്ള സാന്ത്വനവാക്കുകളും കൊണ്ട് ആ ഉണ്ണികളെ മുഴുവൻ സമർപ്പിച്ചേക്കാം എന്ന് പറഞ്ഞപ്പോൾ ശാന്തനായി തീർന്നു. പക്ഷേ ശ്രീനാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം വീണ്ടും മനസ്സ് കലുഷിതമായിരിക്കുന്ന കംസൻ ദേവകി വസുദേവന്മാരെ 6 പുത്രന്മാരെയും നിർദ്ദയം വധിച്ചു. കാരാഗ്രഹത്തിലെ ബന്ധനസ്ഥരാക്കി ദേവകി വസുദേവന്മാരെ. 7ാമത്തേത് യോഗമായി ആയപ്പോൾ യോഗമായയോട് പറഞ്ഞ് 7ാമതായിട്ട് അവതരിക്കുന്നത് തൻ്റെ ജ്യേഷ്ഠനായിട്ട് അവതരിക്കുന്നത് സംകർഷണമൂർത്തിയാണ്, അതുകൊണ്ട് രോഹിണി ദേവിയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് യോഗമായ ദേവകി ദേവിയുടെ 7ാമത്തെ ഗർഭത്തിനെ നന്ദഗോകുലത്തിലുള്ള രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി. അങ്ങനെ 8ാമതായിട്ട് ഭഗവാൻ ദേവകി വസുദേവന്മാരുടെ പുത്രനായിട്ട് അവതരിച്ചു. നന്ദഗോകുലത്തിൽ യശോദമ്മയുടെ പുത്രിയായിട്ട് യോഗമായ അവതരിച്ചു. വസുദേവര് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആ കുട്ടികളെ പരസ്പരം മാറ്റിക്കിടത്തി. പിന്നീട് ഭഗവാന്റെ ആ വ്രജലീലകളെക്കുറിച്ച് പറയുന്നു. നന്ദഗോകുലത്തിൽ നന്ദഗോപരുടെയും യശോദമ്മയുടെയും ഗോപസ്ത്രീകളുടെയും ഗോപീതൃ ഉത്സവദൃശിയായിട്ട് വളർന്ന ഭഗവാന്റെ അപാരമായുള്ള തം അത്ഭുതം ബാലകം എന്ന ഭഗവാന്റെ അത്ഭുത ലീലകൾ അവിടെ തുടങ്ങുകയാണ് വ്രജത്തിൽ. അങ്ങനെ ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരം ആദ്യമായിട്ട് പൂതന എന്ന് പറയുന്ന ആ സ്ത്രീക്ക് മോക്ഷം കൊടുത്തു. തൻ്റെ അടുത്തേക്ക് വന്ന ശകടാസുരനെ തൃപ്പാദം കൊണ്ട് സ്പർശിച്ച് മോക്ഷം കൊടുത്തു. തൃണാവർത്തനെ തന്നെ ഉയർത്തിക്കൊണ്ടുപോയ തൃണാവർത്തനെ കഴുത്തിൽ പിടിച്ച് സ്പർശിച്ചുകൊണ്ട് ഭഗവാൻ മോക്ഷം കൊടുത്തു. പിന്നെ ഗർഗമഹർഷി വന്ന് രോഹിണീപുത്രനെ രാമനെന്നും ഭഗവാന് കൃഷ്ണനെന്നും നാമകരണം ചെയ്തു. തൈർക്കലം തല്ലിപ്പൊളിച്ച് വെണ്ണ അപഹരിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഭഗവാനെ ഉരൽമ കെട്ടുകയും ഭഗവാന് ഉലൂഹല ബന്ധനത്തിലൂടെ ദാമോദരൻ എന്ന പേര് വന്ന കഥ. ആ ഉരലും വലിച്ചു കൊണ്ടുപോയിട്ട് മരുതവൃക്ഷങ്ങളെ ഭേദിച്ച് പുറത്തേക്ക് വന്നപ്പോൾ യമളാർജുനന്മാരായിരിക്കുന്ന നളകൂബ്രഹ്മണ ഗുരുവന്മാർക്ക് ഭഗവാൻ മോക്ഷം കൊടുത്ത കഥ. പിന്നെ ആ വ്രജത്തിൽ സകല ഗോപികമാരെയും ഗോപന്മാരെയും ഗഗനചാരികളെയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഭഗവാന്റെ വ്രജത്തിലെ ബാലലീലകൾ. പിന്നെ ആ ഭഗവാന്റെ ജീവിതം, ഗോപന്മാരുടെ ജീവിതം യമുനാ തീരത്തുള്ള വൃന്ദാവനത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. അങ്ങനെ ഭഗവാന്റെ 2ാമത്തെ ഘട്ടം ലീലകളുടെ 2ാമത്തെ ഘട്ടം വൃന്ദാവന ലീലകൾ പ്രാരംഭിക്കുന്നു. ആ വൃന്ദാവന ലീലകളിൽ വെച്ചാണ് വത്സാസുരൻ, കൊക്റ്റിയായിട്ട് വന്ന ബകാസുരൻ, സർപ്പമായിട്ട് വന്ന അഘാസുരൻ ഇവരെ വധിച്ച് മോക്ഷം കൊടുത്തത്. അഘാസുരന്റെ വധം കണ്ടപ്പോഴാണ് ബ്രഹ്മാവിന് അത്ഭുതം തോന്നിയത്. ആ ബ്രഹ്മമോഹനം അഥവാ വത്സസ്തേയം, ഭഗവാന്റെ പശുക്കളെയും ശിശുക്കളെയും എല്ലാം മറച്ച ബ്രഹ്മാവിന് താൻ ആരാണ്, സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിയാണ് എന്ന് കാണിച്ചു കൊടുത്ത ബ്രഹ്മമോഹനം എന്ന ലീല വർണ്ണിച്ചു കൊടുത്തു. പിന്നീട് ബലഭദ്രസ്വാമിയുടെ ധേനുകാസുരവധം വർണ്ണിച്ചു. കാളിന്തി നദിയെ മലീമസമാക്കിയ കാളിയൻ എന്ന സർപ്പത്തിനെ തൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിച്ച് കാളിയമോക്ഷണം എന്ന ലീല. അതിനുശേഷം ശക്തമായി വന്ന കാട്ടുതീയിനെ ഭഗവാൻ കഴിച്ച് അഗ്നി എന്ന ലോകപാലകനെ ഭഗവാൻ ജയിച്ച കഥ. ബ്രഹ്മാവിനെ, വരുണനെ, അഗ്നിയെ എല്ലാവരെയും ഭഗവാൻ ജയിക്കുന്ന കഥ പറയുന്നു. പിന്നെ ബലഭദ്രസ്വാമിയുടെ പ്രലംബാസുരവധം എന്ന കഥ. 14 ലോകത്തിലുള്ള സകല ചരാചരങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഭഗവാന്റെ വേണുഗാനം എന്ന ലീല. നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമ എന്ന് കാത്യായനി ദേവിയോട് വ്രതമനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഗോപസ്ത്രീമാരുടെ കാത്യായനി വ്രതം. പിന്നീട് ധർമ്മജ്ഞനായ ഭഗവാൻ ധർമ്മബോധം ഉത്ബോധിപ്പിക്കാനായിട്ട് ഗോപിമാരുടെ ആ വസ്ത്രങ്ങളെ അപഹരിച്ച് പിന്നീട് അവരെ അനുഗ്രഹിച്ച കഥ. തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണപത്നിമാരെ ഭക്തിയോഗത്തിലൂടെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്ന വിപ്രപത്നിമാരെ അനുഗ്രഹിച്ചതും കർമ്മഠന്മാരായ ബ്രാഹ്മണരുടെ ആ മൂഢത്വവും അവിടെ വിപ്രപത്നി അനുഗ്രഹം എന്ന ലീലയോടെ വർണ്ണിച്ചു കൊടുത്തു. പിന്നെ ഇന്ദ്രന്റെ മതം അടക്കാനായിട്ട് 7 ദിവസം ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഒരു കുടയായിട്ട് പിടിച്ചു. ഒടുവിൽ ദേവേന്ദ്രൻ ആകാശം കൊണ്ടുവന്ന് ഗോവിന്ദ എന്ന സംബോധന ഇത് അഭിഷേകം ചെയ്തത്. ആകാശ മാതാവായിരിക്കുന്ന ഗോമാതാവായിരിക്കുന്ന സുരഭി വന്ന് തൻ്റെ അകിട് ചുരന്ന് പാലുകൊണ്ട് ഗോവിന്ദ എന്ന് അഭിഷേകം ചെയ്തത്. പിന്നെ ലോകത്തെ എല്ലാ ജീവജാലങ്ങളെയും കീഴടക്കിയ കാമദേവനെ കീഴടക്കിയ കഥ ഭഗവാന്റെ രാസക്രീഡ എന്ന അത്യത്ഭുതകരമായിട്ടുള്ള ബ്രഹ്മലീലയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് സുദർശനൻ മോക്ഷം കൊടുത്തത്, ശംഖചൂടനെ വധിച്ചത്, അരിഷ്ടാസുരനെ വധിച്ചത്,
തുടങ്ങിയ ലീലകൾ പറഞ്ഞു. പിന്നീടാണ് രാമകൃഷ്ണന്മാരാണ് ദേവകി ദേവിയുടെ 7ാമത്തെ 8ാമത്തെയും പുത്രന്മാരെന്നറിഞ്ഞ കംസൻ ചതിയിൽ അവരെ കൊല്ലാനായിട്ട് ഭക്തനായുള്ള അക്രൂരനെ വ്രജത്തിലേക്ക് പറഞ്ഞുവിടുന്നു. അതിനിടയ്ക്ക് കേശി എന്ന അസുരനെ വധിച്ച ഭഗവാന് കേശവൻ എന്ന പേര് കിട്ടി. വ്യോമാസുരനെ വധിച്ച് മോക്ഷം കൊടുത്തു. പിന്നീട് അക്രൂരനൊരുമിച്ച് രാമകൃഷ്ണന്മാര് മധുരാപുരിയിലേക്ക് എത്തുന്നത് ഭഗവാന്റെ ലീലകൾ 3ാമതൊരു തലത്തിലേക്ക് എത്തുന്നു, മധുരാലീലകൾ. അങ്ങനെ മധുരയിൽ എത്തുന്നു. ഗോപികമാര് വിലപിക്കുകയാണ്. ആ ഗോപികമാരെ അനുഗ്രഹിച്ച് പിന്നീട് ഒരിക്കൽ ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് യാത്രയായി. പിന്നീട് മധുരാപുരി കാണാനായിട്ട് ചെന്ന രാമകൃഷ്ണന്മാരും ഗോപന്മാരും മധുരാപുരി നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നിരുന്ന രചകന് മോക്ഷം കൊടുത്തു, നെയ്ത്തുകാരന് സാരൂപ്യമുക്തി കൊടുത്തു, മാലാകാരന് തൻ്റെ പാദങ്ങളിൽ അചഞ്ചലമായ ഭക്തി എന്ന അനുഗ്രഹത്തിന് കൊടുത്തു. 3 വളവുകളുള്ള സൈരന്ധ്രിയെ, കുബ്ജയെ അതിസുന്ദരിയാക്കി മാറ്റി തൻ്റെ കരസ്പർശം കൊണ്ട്. പിന്നീട് ആ ധനുർയാഗം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്ന് ആ ചാപത്തിനെ ആന കരിമ്പ് എന്നതുപോലെ നിസ്സാരമായിട്ട് ഖണ്ഡിച്ചു. പിറ്റേ ദിവസം ആ മല്ലന്മാരുടെ യുദ്ധരംഗത്തേക്ക് പ്രവേശിച്ചു. അവിടെ ഉണ്ടായിരുന്ന കുവലിയാപീഠം എന്ന കൊലകൊമ്പൻ ആനയെ വധിച്ച് ആ 2 കൊമ്പുകളുമായിട്ട് മല്ലയുദ്ധരംഗ പ്രവേശം ചെയ്തു. ആ മല്ലയുദ്ധത്തിനിടയ്ക്ക് മുഷ്ടിക, ചാണുരൻ, ശലൻ, തോശലൻ തുടങ്ങിയിട്ടുള്ളവരെ വധിച്ച് മോക്ഷം കൊടുത്തു. കോപാക്രാന്തനായിട്ടുള്ള കംസൻ എന്ന കാലനേമിക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തു. ചതുർബാഹുവായിട്ട് വിഷ്ണു സ്വരൂപത്തിനെ കണ്ടുകൊണ്ട് ആ ഭഗവാനിലേക്ക് വിലയം പ്രാപിച്ചു. കാലനേമി എന്ന അസുരൻ ആ കംസന് മോക്ഷം കൊടുത്തു. പിന്നീട് ആ കാരാഗൃഹത്തിൽ നിന്ന് തൻ്റെ മാതാപിതാക്കളായിരിക്കുന്ന ദേവകി വസുദേവന്മാരെ മോചിപ്പിച്ചു. പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. വസുദേവര് ഗർഗമഹർഷി അടുത്ത് ചെന്ന് ഉപനയനം കഴിപ്പിച്ചു രാമകൃഷ്ണന്മാരെ. ഗായത്രി ഉപദേശിച്ചു. ആ ഉപനയനത്തിന് ശേഷം അവന്തി ഗ്രാമത്തിലെ സാന്ദീപനി മഹർഷിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി രാമകൃഷ്ണന്മാരെ. 64 കലകൾ 64 ദിവസം കൊണ്ട് പഠിച്ചു അഖില ഗുരുക്കളായ രാമകൃഷ്ണന്മാര്. എന്താണ് ഗുരുദക്ഷിണ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രഭാസതീർത്ഥത്തിൽ അപ്രത്യക്ഷനായ തൻ്റെ പുത്രനെ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ ആ ഗുരുവിന് വരുണലോകത്ത് നിന്ന് തൻ്റെ ഗുരുവിൻ്റെ പുത്രനെ കൊണ്ടുപോയി ഗുരുദക്ഷിണയായിട്ട് നൽകി ഗുരുവിന് അനുഗ്രഹം മേടിച്ചു. പിന്നീടാണ് തൻ്റെ ഭഗതോത്തമനും ബുദ്ധിസത്തമനും വൃഷ്ണികളുടെ മന്ത്രിയുമായിട്ടുള്ള ഉദ്ധവനെ ഗോപസ്ത്രീകളെ സാന്ത്വനിപ്പിക്കാൻ എന്ന മട്ടിലെ ഭഗവാൻ പറഞ്ഞു വിട്ടത്. യഥാർത്ഥ ഭക്തി എന്താണ് എന്ന് കണ്ട ആ ഉദ്ധവൻ എന്ന ഭഗതോത്തമൻ ആ ഗോപികമാരുടെ പാദരേണുക്കളിൽ ഒരെണ്ണത്തിനെ നമസ്കരിക്കുന്ന കഥ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം എന്ന് ഉദ്ധവര് പോലും നമസ്കരിച്ചതായ ആ ഗോപികമാരുടെ സാത്തു അസ്മിൻ പരമപ്രേമരൂപ എന്ന പ്രേമത്തിൻ്റെ മകുടോദാഹരണങ്ങളായ ഗോപികമാരുടെ പരമഭക്തിയെക്കുറിച്ച് അവിടെ കാണിച്ചു തന്നു. പിന്നീട് തൻ്റെ ഭക്തനായ അക്രൂരനെ ധൃതരാഷ്ട്രരെ ഉപദേശിക്കാനായിട്ട് ഹസ്തിനാപുരിയിലേക്ക് പറഞ്ഞയച്ചു, ആ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാൻ എന്നുള്ള മട്ടിൽ. ഇങ്ങനെ 49 അധ്യായങ്ങൾ കൊണ്ട് ആ ദശമസ്കന്ധത്തിൻ്റെ പൂർവാർത്ഥം അവിടെ പറഞ്ഞു കേൾപ്പിച്ചു ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്തിനെ എന്ന് ശൗനകാദി മഹർഷിമാർക്ക് സൂതൻ ദശമസ്കന്ധത്തിൻ്റെ പൂർവാർത്ഥത്തിനെ വർണ്ണിച്ചു കൊടുക്കുകയാണ്.